മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 52-ാമത് ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം. വത്സായിതസ്തദനുഗോപഗണായിതസ്ത്വം ശിക്യാദിഭാണ്ഡമുരളീകവളാദിരൂപ പ്രാഗ്വദ്വിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാഥ ബഹുധാ പ്രജമായയാഥ. മായ സ്വീകരിച്ചിട്ട് ബ്രഹ്മാവ് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ആദ്യം പശുക്കുട്ടികളെയൊക്കെ മറച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ പശുക്കുട്ടികളെ അന്വേഷിക്കാനെന്നുള്ളതായിട്ട് നാട്യത്തിൽ ദൂരത്തേക്ക് പോയപ്പോൾ അദ്ദേഹം കുമാരന്മാരെയും മറച്ചു, തൻ്റെ മായ കൊണ്ടങ്ങോട്ട് മറച്ചു വെച്ചു, കാണാണ്ടാക്കി എന്നാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതൊന്നും അറിയാത്ത ഇതൊന്നും കണ്ടില്ല എന്നുള്ള മാതിരി ഭഗവാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ അതാണ് ഇനി ശ്ലോകങ്ങളിൽ 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. വത്സായിതഃ തദനു അനന്തരം വത്സായിതഃ ത്വം വത്സന്മാരെ പോലെ ആചരിച്ചതായിട്ടുള്ള അങ്ങ്, അതായത് അങ്ങ് തന്നെ ആ പശുക്കുട്ടികളുടെയൊക്കെ രൂപം അങ്ങോട്ട് ഉണ്ടായി. അങ്ങ് വത്സന്മാരായിട്ട് തീർന്നു, പശുക്കുട്ടികളായിട്ട് തീർന്നു എന്നാണ്. വത്സായിതഃ വത്സന്മാരുടെയൊക്കെ രൂപം ധരിച്ചതായ, വത്സന്മാരെ പോലെയൊക്കെ ആചരിച്ചതായ അങ്ങ് ആ പശുക്കുട്ടികളുടെയൊക്കെ രൂപം അങ്ങ് സ്വീകരിച്ചു എന്നാണ്. അങ്ങ് എന്നെ പശുക്കുട്ടികളായി തീർന്നു എന്ന് മാത്രമല്ല, പശുക്കുട്ടികളല്ല, വത്സായിതഃ തദനു ഗോപഗണായിതസ്ത്വം, പശുക്കുട്ടികൾ മാത്രമല്ല ഗോപകുമാരന്മാർ എല്ലാവരെയും മറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഗോപകുമാരന്മാരും ഭഗവാൻ തന്നെ ഗോപകുമാരന്മാരായിട്ട് തീർന്നു. അവരുടെയൊക്കെ വേഷം അങ്ങോട്ട് സ്വീകരിച്ചു എന്നാണ്. ഭഗവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭഗവാനാണെന്ന് വേറെ ആർക്കും തോന്നില്ല. പുറമേ ഒരാൾ കണ്ടാൽ അവിടെ പശുക്കുട്ടികളുണ്ട്, ഭഗവാനുമുണ്ട്, ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള ഗോപകുമാരന്മാരുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഭഗവാൻ തന്നെ അവരുടെയൊക്കെ രൂപം ഇങ്ങോട്ട് ധരിച്ചു എന്നാണ്. വത്സായിതഃ തദനു അനന്തരം വത്സായിതനായി അങ്ങ് വത്സന്മാരെ പോലെ അങ്ങോട്ട് ആചരിച്ചു, പശുക്കുട്ടികളുടെയൊക്കെ വേഷം ധരിച്ചുകൊണ്ട് അതുപോലെ ആചരിച്ചു എന്നാണ്. ഇനി ഗോപഗണായിതഃ ഗോപഗണന്മാരുടെയൊക്കെ വേഷം ധരിച്ച് അവരെ പോലെ അങ്ങോട്ട് ആചരിച്ചു. ഗോപഗണായിതസ്ത്വം ത്വം അങ്ങ് തന്നെ ഇതൊക്കെ ചെയ്തു എന്നാണ്. പിന്നെ ശിക്യാദി ഭാണ്ഡ ഗവളീ മുരളീഗവളാദി രൂപ മാത്രമല്ല, അപ്പോൾ ഈ പശുക്കുട്ടികളുടെ രൂപം ധരിച്ചു, ഗോപകുമാരന്മാരുടെ വേഷം ധരിച്ചു. പിന്നീട് അവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ആ ശിക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറികൾ, ഭക്ഷണം കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള സഞ്ചികളും മാതിരിയുള്ളതായിട്ടുള്ള ഒരു ഉറി മാതിരി ഉള്ളത്, അതിൽ ഓരോന്നിലാക്കി വെച്ചിട്ട് അങ്ങനെയാണ് അവർ തൂക്കി പിടിച്ച് കൊണ്ടുവരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഉള്ളതായിട്ടുള്ള ആ ഉറികൾ ശിക്യം. ഇനി ഭാണ്ഡങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ആ ശിക്യത്തിൻ്റെ ഉള്ളിൽ ഓരോരോ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, ഉപദംശങ്ങൾ വെച്ചിട്ടുള്ളതായത് കറികൾ, ചോറ് കറികൾ ഒക്കെ ഓരോന്നാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൂടിയിട്ട് നമ്മൾ തൂക്കുപാത്രം പിടിക്കണ മാതിരി ആ തൂക്കുപാത്രം ഒരു ഉറിയിൽ ഇട്ടിട്ട് മാതിരി സഞ്ചിയിലോ ഉറിയിലോ അങ്ങനെ ഇട്ടിട്ടുള്ളത്, അങ്ങനെയാണ് അവരുടെ കാട്ടിലേക്കുള്ളതായിട്ടുള്ള പുറപ്പാട്. അപ്പം അങ്ങനെ ആ ഭക്ഷണ സാധനങ്ങൾ വെക്കാനുള്ളതായിട്ടുള്ള ഉറികൾ, അത് വെക്കണതായിട്ടുള്ള പാത്രങ്ങൾ, ഭക്ഷണം ആക്കണതായിട്ടുള്ള പാത്രങ്ങൾ, ഇതൊക്കെ ഭഗവാൻ തന്നെ അതിൻ്റെയൊക്കെ രൂപം ധരിച്ചു. ഉറിയായിട്ട് തീർന്നതും ഭഗവാൻ തന്നെ, പാത്രമായിട്ട് തീർന്നതും ഭഗവാൻ തന്നെ. അങ്ങനെ ശിക്യാദി ഭാണ്ഡ മുരളി, ഓടക്കുഴൽ, കുട്ടികളുടെ കയ്യിലുള്ള ഓടക്കുഴലുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കയ്യിലുള്ളതായിട്ടുള്ള ഓടക്കുഴൽ, അതുമൊക്കെ ഭഗവാൻ തന്നെ അതൊക്കെ ആയി തീർന്നു എന്നാണ്. മുരളീ ഗവളാതിരൂപ, ഗവളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്തിൻ്റെ കൊമ്പ് എന്നുള്ളതാണ്. ആ കൊമ്പും ഓടക്കുഴലും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ആ കൊമ്പ് അതും ഭഗവാൻ തന്നെയാണ്. എല്ലാവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ഓടക്കുഴലും എല്ലാവരുടെ കയ്യിലുള്ളതായിട്ടുള്ള കൊമ്പും ഒക്കെ ഭഗവാൻ തന്നെ അതാതിൻ്റെ വേഷം അങ്ങോട്ട് ധരിച്ചു എന്നാണ്, അതാതിൻ്റെ രൂപം ധരിച്ചു. ഗവളാദി രൂപ, ഇങ്ങനെയുള്ളതായിട്ടുള്ള രൂപങ്ങളൊക്കെ എന്തൊക്കെ രൂപമാണ്, എന്തിനെയൊക്കെയാണ് ബ്രഹ്മാവ് മറച്ചത് എന്ന് വെച്ചാൽ ആ രൂപങ്ങളൊക്കെ ഭഗവാൻ തന്നെ ആ രൂപങ്ങളെ സ്വീകരിച്ചു എന്നാണ്. ഗവളാതിരൂപ പ്രാഗ്വത് വിഹൃത്യ, എന്നിട്ട് എങ്ങനെയാണ് പ്രാഗ്വത് പണ്ടത്തെ പോലെ, മുമ്പിലത്തെ പോലെ, വിഹൃത്യ അവിടെ വിഹരിച്ചിട്ട്, അതായത് അപ്പം തന്നെ തിരിച്ചു പോയതൊന്നുമില്ല. ഇവിടേക്ക് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോയി ഉടനെ ഒന്നും തിരിച്ചു പോയില്ല.
വിഹൃത്യ പതിവ് പോലെ വൈകുന്നേരം വരെ അവിടെ ഇങ്ങനെ താൻ തന്നെ രൂപം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ആ പശുക്കുട്ടികളും ഗോപകുമാരന്മാരുമായിട്ട് വിഹരിച്ചുകൊണ്ട്, അതായത് ഭഗവാൻ തന്നെയാണല്ലോ ഇപ്പം മറ്റുള്ളവരെയൊക്കെ മറച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഭഗവാൻ താൻ തന്നെ രൂപം മാറിയിട്ടുള്ളതായിട്ടുള്ള ആ പശുക്കുട്ടികളും ഗോപകുമാരന്മാരുമായിട്ട് അങ്ങനെ വിഹരിച്ചു വൈകുന്നേരം വരെ. പ്രാഗ്വിഹൃത്യ വിപിനേഷു കാനനങ്ങളിൽ, കാട്ടിലൊക്കെ കാനന പ്രദേശങ്ങളിൽ, വൃന്ദാവനത്തിലെ ഓരോരോ പ്രദേശങ്ങളിൽ വിഹരിച്ചതിന് ശേഷം ചിരായ വളരെ നേരം വിഹരിച്ചു. ചിരായ വളരെ നേരം ഈ കാനനത്തിൽ സഞ്ചരിച്ചതിന് ശേഷം സായം വൈകുന്നേരം സായം ത്വം മായയാഥ ബഹുധാ വ്രജമായയാഥ ത്വം അങ്ങ് മായ കൊണ്ട് അങ്ങയുടെ മായ സ്വീകരിച്ചുകൊണ്ട് അഥ അനന്തരം ബഹുധാ പല രൂപത്തിൽ ധരിച്ചിട്ട് പല രൂപത്തെ വഹിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ പല പല രൂപങ്ങളെയും ധരിച്ചുകൊണ്ട് വ്രജം ആയയാഥ വ്രജത്തിലേക്ക് തിരിച്ചു മടങ്ങി വന്നു എന്നാണ്. ആയയാഥ മടങ്ങി വന്നു, ആ വ്രജത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് അങ്ങ് മടങ്ങി വന്നു. അങ്ങ് തന്നെ ഈ കുട്ടികളായിട്ടും ഗോപകുമാരന്മാരായിട്ടും അവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ഉറികളായിട്ടും പാത്രങ്ങളായിട്ടും കൊമ്പ് കുഴല തുടങ്ങിയതായിട്ടും എല്ലാം അങ്ങ് തന്നെയാണ്. എല്ലാ വേഷത്തിലും അങ്ങ് തന്നെ അവരുടെയൊക്കെ വേഷം ധരിച്ചുകൊണ്ട് അങ്ങ് തന്നെ പലതായിട്ട് അവിടെ വ്രജത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ്. വ്രജം ആയയാഥ വത്സായിത തദനു അനന്തരം അങ്ങ് തന്നെ വത്സന്മാരായി തീർന്നു, പശുക്കുട്ടികളായി തീർന്നു. ഗോപഗണായിത ഗോപഗുണങ്ങളായി തീർന്നു. ഗോപഗണങ്ങളായിട്ട് ഭവിച്ചു, അവരെ പോലെ ആചരിച്ചു, ഗോപഗണങ്ങളായിട്ടും ആചരിച്ചു അങ്ങ് തന്നെ. ഇനി ശിക്യാദി ഭാണ്ഡമുരളീഗവളാദി രൂപ, ശിക്യം ഉറി ഭാണ്ഡം പാത്രം തുടങ്ങി ഗവളം കൊമ്പ് കുഴല് മുരളി കുഴല് ഇങ്ങനെ എല്ലാ എന്തൊക്കെ ബ്രഹ്മാവ് മറച്ചുവോ അതിൻ്റെയൊക്കെ രൂപം ഭഗവാൻ തന്നെ ധരിച്ചു. ഗവളാദിരൂപ തുടങ്ങിയവയുടെ രൂപം ധരിച്ചുകൊണ്ട് പ്രാഗ്വത് വിഹൃത്യ വിപിനേഷു ചിരായ, പ്രാഗ്വത് മുൻപിടത്തെ പോലെ വിപിനേഷു ചിരായ വിഹൃത്യ വിപിനങ്ങളിൽ കാട്ടുപ്രദേശങ്ങളിൽ കാനനപ്രദേശങ്ങളിൽ ചിരായ വിഹൃത്യ കുറേ നേരം വിഹരിച്ചതിന് ശേഷം അവിടെ സന്തോഷമായിട്ട് അങ്ങനെ അങ്ങ് തന്നെ ഈ ഗോപകുമാരന്മാരോട് കൂടിയിട്ട് അവിടെയൊക്കെ സന്തോഷമായിട്ട് വിഹരിച്ചു എന്നാണ്. എന്നിട്ട് സായം വൈകുന്നേരമായപ്പോൾ ത്വം മായയാഥ നേരത്തെ പറഞ്ഞ മാതിരി ആ മായ കൊണ്ട് ബഹുധാ വ്രജമായയാഥ ബഹുധാ പലതരത്തിലായിട്ട് അങ്ങ് തന്നെ പല രൂപം ധരിച്ചുകൊണ്ട് വ്രജം ആയയാഥ വ്രജത്തിലേക്ക് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. ആ ഗോപ കുടിലുകളിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഭഗവാൻ തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായതായിട്ടുള്ള സ്വീകരണം, അദ്ദേഹത്തിനുണ്ടായതായ സ്വീകരണമാണ് അടുത്ത ശ്ലോകത്തിൽ. ത്വാമേവ ശിക്യഗവളാദിമയം ദധാനോ ഭൂയസ്ത്വമേവ പശുവത്സകബാലരൂപ ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭിരാസാദിതോസി ജനനീഭിരതിപ്രഹർഷാത്. ത്വാമേവ ശിക്യഗവളാദിമയം ദധാനഃ, ശിക്യഗവളാദിമയം ദധാനഃ ത്വം, ത്വം അങ്ങ് തന്നെ, അങ്ങ് തന്നെ, അങ്ങ് ത്വം എന്ന് എങ്ങനെയാണ്? ശിക്യഗവളാദിമയം ദധാനഃ, ശിക്യം ഗവളം തുടങ്ങിയവയായിട്ടുള്ള ത്വാമേവ ദധാനഃ അങ്ങയെ തന്നെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ കയ്യിൽ, അതായത് പലതരത്തിലായിട്ട് തീർന്നു എന്നല്ലേ പറയുന്നത്. ബഹുധാ വ്രജമായയാഥ എന്ന് പറഞ്ഞല്ലോ, പല വേഷത്തിലാണ് അങ്ങ് തിരിച്ചു വന്നത്. അപ്പോൾ അവിടെ ത്വം അങ്ങ് തന്നെയാണ്. എങ്ങനെ? ത്വമേവ പശുവത്സക ബാലരൂപ, പശുക്കളായിട്ട് രൂപം ധരിച്ചത് അങ്ങ് തന്നെ. പശുവത്സകന്മാരായിട്ട്, പശുക്കൾ ഇല്ലല്ലോ, കുട്ടികളെ മാത്രമേ മേയ്ക്കുള്ളൂ. അപ്പോൾ പശുവത്സകന്മാരായിട്ട്, വത്സം എന്നുള്ളതിന് തന്നെ പശുക്കുട്ടി എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിലും പശുവത്സകൻ എന്ന് പറയാറുണ്ട് എന്നുള്ളതാണ്. അത് അങ്ങനെ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. പശുവത്സക ബാലരൂപ, ആ പശുക്കുട്ടികളായിട്ടുള്ള രൂപം ധരിച്ചത് അങ്ങ് തന്നെ. ഇനി ബാലരൂപ, ബാലരൂപന്മാരായിട്ട് ഗോപാലബാലന്മാരായിട്ട് രൂപം ധരിച്ചതും അങ്ങ് തന്നെ. അപ്പോൾ അങ്ങനെ ത്വം ഏവ പശുവത്സക ബാലരൂപ, അങ്ങ് തന്നെ പശുവത്സകന്മാരായിട്ടുള്ള രൂപത്തോടു കൂടിയും ബാലന്മാരായിട്ടുള്ള രൂപത്തോടു കൂടിയും
ഇനി അങ്ങ് തന്നെ എല്ലാവരുടെ കയ്യിലുമുണ്ട് ഈ കൊമ്പും കുഴലും പാത്രങ്ങളും ഒക്കെ ഉറി ഓരോരുത്തരും കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ആ ഉറി പാത്രങ്ങളൊക്കെ പോയത് മാതിരിയൊക്കെ തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ത്വാം ഏവ ദധാനഹ, അങ്ങയെ തന്നെ വഹിച്ചുകൊണ്ട്, അതായത് ഈ ഓരോ പശുക്കുട്ടികളും അല്ലെങ്കിൽ ഓരോ പശുപാലകന്മാരും ഓരോ ഗോപാലബാലന്മാരും അവരുടെ കയ്യിലൊക്കെ ഉറിയുണ്ട്. ഓരോരുത്തരുടെ കയ്യിലും ഉണ്ട് ഉറി. എന്താ വെച്ചാൽ ആ ഉറിയും ഭഗവാൻ തന്നെയാണല്ലോ. ആ ഗോപാലബാലന്മാരും അങ്ങ് തന്നെയാണ്. ആ ഗോപാലബാലന്മാരുടെ കയ്യിലുള്ളതായിട്ടുള്ള ഉറികൾ അതും ഭഗവാൻ തന്നെയാണ് എന്നാണ്. ത്വാമേവ ദധാനഹ, അങ്ങയെ തന്നെ ധരിച്ചുകൊണ്ട്, അങ്ങയെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട്. എന്താണ് അങ്ങയെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ന് പറയുന്നത്? അപ്പം ഈ ഉറികൾ പാത്രങ്ങൾ എല്ലതും ഭഗവാൻ തന്നെയാണല്ലോ. അവരുടെ കയ്യിലുള്ളതായിട്ടുള്ള കൊമ്പ കുഴൽ ഒക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അങ്ങയെ തന്നെ വഹിച്ചുകൊണ്ട് ഒരു ചിക്യഗവളാദിമയ അല്ല എന്താണ് ത്വാമേവ ചിക്യഗവളാദിമയം, ചിക്യം ഗവളം തുടങ്ങിയതായിട്ടുള്ള, അതായത് ഉറി പാത്രം അവിടെ ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. ആ പാത്രങ്ങൾ, അതിലുള്ളതായിട്ടുള്ള പാത്രങ്ങൾ, അത് കൊമ്പ് കുഴൽ എല്ലതും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഈ രൂപമൊക്കെ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവാനെ തന്നെ ധരിച്ചുകൊണ്ട്, അപ്പം ഓരോ പശുക്കുട്ടികളും ആയിട്ടുള്ളതായിട്ടുള്ള ഗോപാലബാലകന്മാരും ആയിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ തന്നെ ആയിട്ടുള്ളതായിട്ടുള്ള ഈ ചിക്യാദികളെ വഹിച്ചുകൊണ്ട്, ഉറി തുടങ്ങിയവയെ വഹിച്ചുകൊണ്ട്, ത്വാമേവ ചിക്യകവളാദിമയം ദധാനഃ ഭൂയസ്ത്വമേവ പശുവത്സക ബാലരൂപ. അപ്പം ആ ചിക്യാദി ഭാണ്ഡങ്ങളും ഭഗവാൻ തന്നെയാണ്. അങ്ങ് തന്നെയാണ് ഈ പശുപാലകന്മാരും പശുക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ളത്. അങ്ങനെ അങ്ങ് ഗോരൂപിണീഭിരപി ഗോപവൈധൂമയീഭി ആസാദിതോസി ജനനീഭി അതിപ്രഹർഷാൽ. ജനനീഭി അമ്മമാരാൽ, മാതാക്കന്മാരാൽ, അതിപ്രഹർഷാൽ സന്തോഷത്തോടുകൂടി, ആസാദിത അസി അങ്ങയുടെ അടുത്തേക്ക് വന്നു. ഓരോ അമ്മയും അവരവരുടെ കുട്ടിയുടെ എന്ന് ധരിച്ചുകൊണ്ട്, കുട്ടി എന്ന് ധരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക്, മക്കളുടെ അടുത്തേക്ക് പോയി എന്നാണ്. മക്കളല്ല അവിടെ എന്നുള്ളത് ഭഗവാനാണ്. വസ്തുത ഭഗവാൻ തന്നെയാണ് അവരുടെയൊക്കെ മക്കളുടെ രൂപം ധരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങയെ തന്നെ അവരൊക്കെ സമീപിച്ചു എന്നാണ്. അമ്മമാരൊക്കെ, അതായത് ഗോക്കളായിട്ടുള്ള അമ്മമാരുണ്ട്, ഗോപസ്ത്രീകളായിട്ടുള്ള അമ്മമാരുണ്ട്, രണ്ടുമുണ്ട്. പശുക്കളെ കാണാൻ പശുക്കുട്ടികൾ ദൂരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ അമ്മമാരായിട്ടുള്ള പശുക്കൾ അവർക്ക് സന്തോഷമായിട്ട്, അവരെ സന്തോഷമായിട്ട് അങ്ങനെ അവരുടെ ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോഴേക്കും ആ കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ അമ്മമാരുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ ആ അമ്മമാരുടെ അടുത്തേക്ക് തിരിച്ചു പോവും. ഓരോ കുട്ടികളും പശുക്കുട്ടികളും അമ്മമാരുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു പോയി എന്നാണ്. ഭഗവാനല്ലേ, ഭഗവാനെല്ലാം നിശ്ചയുണ്ട്, ഏതാണ് ഏത് കുട്ടിയുടെ അമ്മയാണ് എന്നുള്ളതൊക്കെ ഭഗവാൻ അറിയാം. അപ്പോൾ ആ ഭഗവാൻ തന്നെ ഒരു പശുവത്സക രൂപമായിട്ടുള്ള ഭഗവാൻ തന്നെ കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി അതാത് അമ്മമാരെ സ്വീകരിച്ചു എന്നാണ്. ഗോരൂപിണി അവർക്ക് പാല് ചുരന്നു, മക്കളാണ് വരണത് എന്നുള്ളത് കൊണ്ട് ഓരോ പശുവിനും പാല് ചുരന്നു. അവരങ്ങനെ ആ പാല് കുടിച്ചു എന്ന് ആ ഭഗവാൻ തന്നെ പശുക്കുട്ടിയായിട്ട് ആ അമ്മയുടെ പാല് ഭഗവാൻ കുടിച്ചു. ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭി, അതുമാതിരി ഗോപവധുക്കൾ, ഗോപസ്ത്രീകൾ അവരും അവരവരുടെ കുട്ടികളെ, ചെറിയ കുട്ടികളാണ്, അധികം പ്രായമൊന്നും ആയിട്ടില്ല. ഈ പശുക്കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ട് കാട്ടിലേക്ക്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവർക്ക് അത്യധികം സന്തോഷമായി. അവർ കുട്ടികളെ വെച്ചാൽ ഭഗവാൻ തന്നെയാണ് കുട്ടികളുടെ രൂപം ധരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ കുട്ടികളെ ആ അമ്മമാരും സ്വീകരിച്ചു. വളരെയൊക്കെ സന്തോഷമായിട്ട് അവരെ മടിയിലിരുത്തുക, മുല കൊടുക്കുക എന്നൊക്കെ. മുല കൊടുക്കൽ 5-6 വയസ്സ് വരെയൊക്കെ ഉണ്ട്. ധാരാളമായിട്ട് മുലപ്പാലുണ്ടെങ്കിൽ മുല കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുല കൊടുത്തിട്ടും അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും അവരെ കുളിപ്പിക്കുക, അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരും ആ കുട്ടികളെ ഭഗവാൻ തന്നെയായിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ തൻ്റെ കുട്ടികളെന്ന് വിചാരിച്ചിട്ടാണ്, താന്താങ്ങളുടെ മക്കളാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഭഗവാൻ രൂപം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഗോപാലബാലന്മാരെ അവരൊക്കെ സ്വീകരിച്ചു എന്നാണ്. ആ പശുക്കുട്ടികളെ അവരുടെ അമ്മമാരായിട്ടുള്ള പശുക്കളും ഗോപാലബാലന്മാരായിട്ട് വന്നതായ ഭഗവാനെ അവരവരുടെ അമ്മമാരായിട്ടുള്ള ഗോപസ്ത്രീകളും ഒക്കെ ആസാദിത അസി അവരൊക്കെ അങ്ങയെ പ്രാപിച്ചു, അങ്ങയുടെ അടുത്തേക്ക് വന്നു. ബഹുപ്രഹർഷം അത്യധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരൊക്കെ അങ്ങയെ സ്വീകരിച്ചത് എന്നാണ്.
ത്വാമേവ ശിക്യകവളാതിമയം ദധാനഃ, അങ്ങയെ തന്നെ ത്വം ഭൂയഃ ത്വം, അങ്ങ് തന്നെ വീണ്ടും ഈ ത്വാമേവ ശിക്യകവളാതിമയം ദധാന, ശിക്യം കവളം തുടങ്ങിയതായിട്ടുള്ള രൂപം ധരിച്ചതായ അങ്ങയെ തന്നെ ധരിച്ചുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ഗോരൂപികളായിട്ടുള്ള അമ്മമാരാലും പശുക്കളുടെ രൂപം ധരിച്ചതായ അമ്മമാരും, അതായത് പശുക്കളാവുന്ന അമ്മമാരാലും പശു ഗോരൂ പ്രജപതുക്കളായിട്ടുള്ള രൂപം ധരിച്ചതായിട്ടുള്ള പ്രജപതുക്കളായിട്ടുള്ള അമ്മമാരാലും സ്വീകരിക്കപ്പെട്ടു എന്നാണ്. അതായത് ആ ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭിഹി ജനനീഭിഹി, അങ്ങനെയുള്ളതായിട്ടുള്ള ജനനിമാരാൽ, രണ്ടു കൂട്ടരും അമ്മമാർ തന്നെയാണ്. ആ അമ്മമാരെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അതാത് മക്കള് എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ തന്നെ സ്വീകരിച്ചു എന്നാണ്. വാസ്തവത്തിൽ ആ ഗോരൂപിണീഭിഹി എന്നും ഗോപവധൂമയീഭിഹി എന്നുള്ളതായിട്ടുള്ള പ്രയോഗത്തിൽ അപ്പോൾ ആ ഗോരൂപം ധരിച്ചതും ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ ആത്മാവ് തന്നെയാണ് ഈ ഗോക്കളിലൊക്കെ ഉള്ളത്. അതുമാരാ വ്രജസ്ത്രീകളിലുള്ളതും ഭഗവാന്റെ ആത്മാവ് തന്നെയാണ് എന്നുള്ളതും കൂടി അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യണത്. ആ ഗുരൂപിണീഭിഹി ജനനീഭിഹി, ഗോരൂപം ധരിച്ചതായിട്ടുള്ള ജനനിമാരാൽ, ഗോപവധൂമയീഭിഹി ജനനീഭിഹി എന്ന് ഗോപവധൂക്കളുടെ രൂപം ധരിച്ചതായിട്ടുള്ള ജനനികളാൽ, അതൊക്കെ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ തന്നെയായിട്ടുള്ള ജനനിമാര്, പശുക്കളും ഗോപസ്ത്രീകളുമായിട്ടുള്ള ജനനിമാര് ഭഗവാൻ തന്നെയായിട്ടുള്ള ഗോപശിശുക്കളെയും പശുക്കുട്ടികളെയും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ട് ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം. വത്സായിതസ്തദനു ഗോപഗണായിതസ്ത്വം ശിക്യാദിഭാണ്ഡമുരളീകവളാതിരൂപ പ്രാഗ്വദ്വിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാഥ ബഹുധാ പ്രജമായയാഥ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കന്നായി തങ്ങു പശുപാലക ബാലരായി, നന്നായി കൊമ്പു കുഴലങ്ങുറി പാത്രമായി, പിന്നീടു കാനനമതിൽ വളരെ കളിച്ചു, വന്നെത്തി ഗോകുലമതിൽ ബഹുരൂപധാരി. ത്വമേവ ശിക്യകവളാതിമയം ദധാനോ ഭൂയസ്ത്വമേവ പശുവത്സകബാലരൂപ ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭിരാസാദിതോസി ജനനീഭിരതിപ്രഹർഷാത്. മലയാള പരിഭാഷ. നീയായ കൊമ്പതുറിയെന്നിവ കയ്യിലെന്തി, നീ തന്നെയായ പശുപാലക ബാലരോടും മാതൃജനമെന്നിവരൊക്കെയപ്പോൾ ആമോദമോടെ വരവേറ്റുവരുന്ന നിന്നെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.